വർഷ, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. നിനക്ക് സുഖമാണോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് ഞാനാ, വിക്രം. നിങ്ങൾ ആരാ? വർഷ, ഇത് ഞാനാ, നിന്റെ ഭർത്താവ് വിക്രം. വർഷയോ? അതാരാ? നിങ്ങൾക്ക് ആള് തെറ്റിയതാ? ഒരിക്കലുമില്ല. എന്റെ ഭാര്യയെ ഏത് നിലാവട്ടത്ത് കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെയാണോ ഈ പകൽ വെട്ടത്ത്? തമാശ കളഞ്ഞേ, വന്നേ, വാ. എന്താ അമ്മു? ആരാ ഇയാള്? എനിക്കറിയില്ല. ഏത് വർഷയെ തിരക്കി വന്നതാ? വർഷ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ അത്ര വേഗം നീ മറന്നുപോയോ? ഹലോ, ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന വർഷയൊന്നുമല്ല, ഇത് അമ്മുവാ. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഇപ്പോ ആളറിഞ്ഞതായി ഭാവിച്ചാൽ ഇവള് ഇവിടെ നിന്നും മുങ്ങാൻ സാധ്യതയുണ്ട്. തൽക്കാലം അഭിനയിക്കുക തന്നെ. സോറി സോറി, എനിക്ക് ആള് തെറ്റിയതാണെന്ന് തോന്നുന്നു. എന്റെ ഭാര്യ വർഷ മരണപ്പെട്ടിട്ട് മാസങ്ങളായി. അതിനുശേഷം ആരെ കണ്ടാലും എനിക്ക് പെട്ടെന്ന് വർഷയായിട്ട് തോന്നും. ഈ കുട്ടിക്ക് എന്റെ ഭാര്യയായി നല്ല രൂപസാദൃശ്യമുണ്ട്. അതുകൊണ്ട് പറ്റിയതാ. സോറി സിസ്റ്റർ, ഐ എം എക്സ്ട്രീംലി സോറി. ഓക്കെ. ഹരിതയാണല്ലോ. ഹരിത അന്നത്തെ സംഭവത്തിന് ശേഷം എന്നെ വിളിക്കാറേയില്ല. ഇനി എന്ത് കുതന്ത്രമായിട്ടാണോ അവ വിളിക്കുന്നത്? എന്തായാലും എടുത്തു നോക്കാം. ഹലോ ഹരിതേ? അതെ, ഹരിത തന്നെയാണ്. നമ്മൾ എന്നും ഇങ്ങനെ മിണ്ടിയും പറയാതെ ശത്രുക്കളായിട്ടിരുന്നാ മതിയോ? വല്ലപ്പോഴും ഒരു വിളിയും പറച്ചിലൊക്കെ വേണ്ടേ? വേണം ഹരിതേ. ഞാൻ പലപ്പോഴും ഇത് വിചാരിച്ചതാ. എന്തായാലും നീ വിളിച്ചല്ലോ, സന്തോഷായി. എനിക്കും. ആ, കൂട്ടത്തില് മറ്റൊരു സന്തോഷ വാർത്ത കൂടി പറയാനാ ഞാൻ വിളിച്ചേ. പറഞ്ഞോളൂ ഹരിതേ. എന്റെ ഭർത്താവ് മനോജിനെയും നിങ്ങളുടെ ഭർത്താവ് പ്രകാശിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ വിശേഷം കേട്ടിട്ട് ഞെട്ടിയില്ലേ? ചെറുതായിട്ടൊന്ന് ഞെട്ടി. എന്ന ഞെട്ടൽ കുറച്ചുകൂടി വലുതാക്കി തരാവേ. സ്റ്റേഷനിൽ വെച്ച് SI പ്രകാശ് ഏട്ടന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. കണ്ണീന്ന് പൊന്നീച്ച പാറിയെന്നാ കേട്ടത്. ശരിക്കും എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ അച്ഛൻ കരുണാകര കുറുപ്പിന്റെ മരുമകനാണ് മനോജ് എന്ന് അറിഞ്ഞപ്പോ ഒന്ന് തൊടാൻ പോലും SIയുടെ കൈ പൊങ്ങിയില്ലെന്ന്. ഭർത്താവിന് തല്ല് കിട്ടിയപ്പോ ചിരിക്കുവാണോ? പിന്നെ ചിരിക്കാതെ. എന്റെ പ്രിയപ്പെട്ട അനിയത്തി വിളിച്ച് ഒരു സന്തോഷ വാർത്ത അറിയിച്ച ഞാൻ പിന്നെ ചിരിക്കണ്ടേ? കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യൂന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് എന്റെ ഭർത്താവിന് കിട്ടിയ തിരിച്ചടി നാളെ നിന്റെ ഭർത്താവിനും കിട്ടും. കുറുപ്പിന്റെ മരുമകൻ എന്ന സ്ഥാനം നട്ടലുള്ള ഓഫീസർമാര് വില വെച്ചു കൊടുത്തു വരില്ല. ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല അല്ലേ? ഇപ്പൊ പുതിയ വീടിന്റെ ഗ്രഹനാഥയല്ലേ? നല്ല ഐശ്വര്യമുള്ള വീട്ടില് കാല് കുത്തിയപ്പോ ഗ്രഹനാഥൻ പോലീസ് കസ്റ്റഡിയിലായി. അനിയത്തി വിശേഷം പറഞ്ഞു തീർന്നെങ്കിൽ എനിക്ക് അടുക്കളയിലോട്ട് കയറായിരുന്നു. ഇത് വെപ്പുംകുടിയൊക്കെയുള്ള വീടാണ്. വിവരങ്ങൾ വിളിച്ചറിയിച്ചതിന് നന്ദിയുണ്ട്. എടി, ഞാനിന്ന് അങ്ങോട്ട് പോവാം. എന്താ ജേക്കബ് സർ? ഇന്ന് അമ്മ ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. എന്ത് നല്ല പ്രസന്റേഷൻ ആയിരുന്നു.
താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എന്തിന്? എല്ലാവരുടെയും ശ്രദ്ധ അമ്മുവിലായിരുന്നു. വീട്ടിൽ ചെന്ന് ഉപ്പും മുളകും കുരുമുളകും കൂടെ ഒഴിഞ്ഞിടുന്നത് നല്ലതായിരിക്കും. അമ്മുനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, എന്റെ ഒരു ഫ്രണ്ട് വരും. ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്.